ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാളയം മാർക്കറ്റ് വരെ പോവുകയാണേ. ഇവിടെ ജംഗ്ഷനിൽ മീനില്ലായിരുന്നു, കയറിയപ്പോൾ അവിടെ റോഡിൽ പോയപ്പോൾ മീനില്ലായിരുന്നു. അത് കാരണം ഞാൻ എന്താ പാളയത്ത് പോയി ചിക്കൻ വാങ്ങി. എന്നിട്ട് അതിനോട് കുറച്ച് ലിവറും മാങ്ങയും കൂടെ വാങ്ങിച്ചു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു. നമുക്കിപ്പോൾ കറി വെച്ചാലോ? വരൂ. അപ്പോൾ ഞാനത് ചിക്കനും മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ച്. ഇത് വറക്കാനായിട്ടാണ് കേട്ടോ. കുഞ്ഞായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. മോക്ക് വൈകയ്ക്ക് നൈക്ക് അങ്ങനെ വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. വലിയ പീസ് അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഇടാം കേട്ടോ. നമുക്ക് എത്രത്തോളം വറുക്കാൻ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മസാല ഒക്കെ ഇടാം. ലാസ്റ്റ് കുറച്ച് മസാല, പിന്നെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പൊടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ ഇട്ടു. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതാകുമ്പോൾ നമുക്ക് ഇറച്ചിയിൽ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. ആ എണ്ണയും കൂടി ആയിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഇറച്ചിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മിക്സ് ചെയ്ത് അത് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോൾ അടുത്തതിലോട്ട് പോവാം. നമുക്ക് ചട്ടി വയ്ക്കാം, കറിക്കുള്ള ചട്ടി വയ്ക്കാം. വച്ചു, എണ്ണ ഒഴിച്ചു. അത് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇതിൽ ഞാൻ ഇത് ഒഴിച്ചത് ചിക്കൻ വറുക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വറുക്കാനുള്ളത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് ചുവന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നല്ല വറന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അത് വറുത്ത് കോരി കേട്ടോ ഞാൻ. എന്നിട്ട് അതിനകത്ത് തന്നെയാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ കുറച്ച് ടേസ്റ്റും കാണും, നന്നായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് എണ്ണയും വേസ്റ്റ് ആവത്തില്ല. നമുക്ക് സാധാരണ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ മാറ്റി വയ്ക്കത്തില്ലേ, അപ്പോൾ ആ എണ്ണ വേസ്റ്റ് ആക്കേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി വഴറ്റി നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള മസാല എല്ലാം റെഡിയാക്കി വയ്ക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് മസാല കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ചിക്കനിൻ്റെ ചൂട് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ കറി റെഡി.